ഹലോ. ഇന്നാണെങ്കിൽ ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പായസമാണ്. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അതിന് വേണ്ടി ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് 3 ക്യാരറ്റ് എടുക്കുന്നുണ്ട്. ക്യാരറ്റ് വെച്ച് നമുക്ക് നല്ല അടിപൊളി പായസം തയ്യാറാക്കാം. ഈ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കുക്കറിലോട്ടൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഒരു 2 വിസിൽ കേൾക്കുമ്പോൾ ഇത് വേവും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കുറച്ച് കാഷ്നട്ട് ഇതൊന്ന് നെയ്യിനകത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അതെല്ലാം ഒരു പാത്രത്തിലോട്ടാക്കി ക്യാരറ്റ് എല്ലാം വേവിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാൻ നമുക്ക് നല്ലോണം ഒന്ന്. ഇതിനകത്ത് കുറച്ച് ഏലക്കയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. അത് നല്ല ടേസ്റ്റാണ്. അത് കയ്യിലുണ്ടെങ്കിൽ ചേർക്കോ, അല്ലെങ്കിൽ പാൽ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. ക്യാരറ്റ് വേവിച്ച വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ക്യാരറ്റൊക്കെ നല്ലോണം അരച്ചിട്ടുണ്ട്, നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിനകത്ത് വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഉരുകി, ഇച്ചിരി കട്ടിയായിരുന്ന നെയ്യാണ്, ഒന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ ഉരുകിയൊക്കെ വന്ന് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാലൊഴിക്കും. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് 4 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഏലക്ക ചതച്ച് കിടക്കുക. ഇച്ചിരി അരഞ്ഞില്ല, അത് ചതച്ചിട്ടേക്കും. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചവ്വരി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് ക്യാരറ്റ് പായസം. ഈ കട്ട പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ ചവ്വരിയൊക്കെ ഇട്ടേലി ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മിൽക്ക് മെയ്ഡ്. കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി മധുരം ചേർത്തേല്ലേ, അതിന് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പായസമൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്.
നമ്മൾക്ക് വറുത്ത് വെച്ച് കാഷ്യൂനട്ട് ചേർക്കാം. ഞാൻ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം. നമ്മുടെ അടിപൊളി പായസമാണ് റെഡി ആയിരിക്കുന്നത്. നല്ല ക്യാരറ്റ് പായസം അടിപൊളിയായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയ നല്ല ടേസ്റ്റാണ് കുടിക്കാനൊക്കെ. നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു വയ്ക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പായസമാണ്. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി പായസമാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. എല്ലാവർക്കും ഈ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്പെഷ്യൽ വിഭവങ്ങളുമായിട്ട് ഞാൻ എന്നും വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. ഓക്കെ, ബൈ.